25 ഞങ്ങളുടെ ഇസുക്കുട്ടിന്റെ ബർത്ത്ഡേ ആയിരുന്നു. പലർക്കും അറിയായിരിക്കും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നതാണ് നമ്മുടെ ഇസുക്കുട്ടൻ. എൻ്റെ ബർത്ത്ഡേനും അമ്മയും ആവാൻ ബ്ലഡ് റിലേഷൻ ഒന്നും വേണ്ടാന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന ആളാണ് നമ്മുടെ ഇസുക്കുട്ടൻ. ഹാപ്പി ബർത്ത്ഡേ ചക്കരേ. ഇസുവിനോട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. പാതിരാത്രി 12 മണിയോട്ട് തുടങ്ങിയതാണ് അവളുടെ ഒരു ഹാപ്പി ബർത്ത്ഡേ. അവൾക്ക് മാത്രമേ ഹാപ്പി ബർത്ത്ഡേ ഉള്ളൂ, എനിക്കില്ലേ എന്നും പറഞ്ഞാണ് നമ്മുടെ ആലിക്കുട്ട കിടക്കുന്നത്. ആ ബർത്ത്ഡേ വിഷ് പറഞ്ഞിട്ട് പോയവൻ കുറേ വട്ടം അവൾക്ക് ഹഗ്ഗും കിസ്സും കൊടുത്ത് ബർത്ത്ഡേ വിഷൊക്കെ പറഞ്ഞതാണ്. അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അവളോടുള്ള സ്നേഹപ്രകടനത്തിന്റെ ഭാഗമായിട്ട് ആലിയുടെ ബെൽറ്റ് എടുത്ത് ഇസുവിന്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. അവൾ എല്ലാത്തിനും നിന്ന് കൊടുക്കുന്നുണ്ട്. ആലിക്ക് ഇതൊന്നും പിടിക്കുന്നില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇസുവിന്റെ ബെൽറ്റ് ആലി കൊണ്ടുപോയി കളയുന്നതാണ് കണ്ടത്. അതിന്റെ വീഡിയോ എൻ്റെ ഇല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. ഒരാൾ അവളുടെ പഴയ ബോൾ കൊടുക്കുകയാണ്, പക്ഷെ അവൾ കളിക്കുന്നില്ല. എനിക്ക് പുതിയ കളിപ്പാട്ട വേണം, എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിരിക്കുകയാണ്. പെറ്റ് കേക്കിന് ഇസുവിനും ആലിക്കും താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ ചിക്കനും ബോണൊന്നും ഇല്ലാത്ത ചിക്കനും പിന്നെ കുറച്ച് എഗ്ഗൊക്കെ എടുത്തിട്ട് എന്തൊക്കെയോ ഒരു കാര്യം സെറ്റാക്കിയിട്ടുണ്ട്. ഇസുവിന് കാര്യം മനസ്സിലാക്കി അവിടെ നിന്ന് നോക്കുകയാണ് അവള്. ഇസുവിനെ കൊണ്ടുവന്നിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ ഗൾഫിലൊക്കെ പോയേനെ. അവിടെ ആയിരുന്നേനെ പിന്നെ സെറ്റിൽഡ് ആവുക ഉണ്ടായിരുന്നത്. കാര്യം അന്ന് അങ്ങനെയൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഇസുവിന്. സിസർ എങ്ങനെയാ മോനെ? പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോൾ അവള് വന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഒരു വീട് മേടിക്കാനും ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സന്തോഷമായിട്ട് ഇത്രയും സന്തോഷമായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കാനൊക്കെ പറ്റുന്ന കാര്യം. അവളൊരു അച്ചാമോളാണെങ്കിലും എനിക്ക് അവളോടൊരു സ്പെഷ്യൽ ഇഷ്ടം ഉണ്ടെന്ന് തന്നെ പറയണം കേട്ടോ. അതിപ്പം സ്പെഷ്യൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ബാക്കി രണ്ടുപേരും ഇഷ്ടമല്ല എന്നല്ല, എങ്കിലും എന്തോ ഒരു ഇഷ്ടം. മൊത്തത്തിൽ 12 ടോയ്സ് എന്തോ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം അവർക്ക് എടുത്തു കൊടുക്കുകയാണ് നമ്മുടെ ഏതുകുട്ടൻ. പിന്നെ ഞാൻ അവൾക്ക് വേണ്ടി കേക്ക് മുറിക്കും. കേക്കല്ല, ഇസുവിന്റെ ബർത്ത്ഡേ ചിക്കൻ എഗ് ഡിഷ്. ഈ വീഡിയോയിൽ കാണുന്നത് രണ്ടാമത് ഞാൻ അത് കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ആദ്യം കൊടുത്തത് ലോങ് വീഡിയോയിലുണ്ട്, അത് ഉടനെ തന്നെ ഇടാൻ കേട്ടോ. ആലിയുണ്ടോ എപ്പോഴും അവള് കഴിച്ച് തീർന്നു കഴിയുമ്പോഴേ അവൻ നന്നായിട്ട് കഴിക്കത്തുള്ളൂ. അവളെ കൊതി കാണിക്കാനാണ്. ഇപ്പൊ പിന്നെ എന്ത് സ്പെഷ്യൽ ഉണ്ടെങ്കിലും നമ്മൾ ലോക്കി ബേബിക്കും കൂടെ കൊണ്ടുപോയി കൊടുക്കും. അപ്പൊ ആ ഡിഷ് തന്നെ ലോക്കി ബേബിക്ക് കൊടുത്തു. പിന്നെ അവക്ക് സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് ഒരു ടോയ് അതിനകത്തുനിന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ ധൈര്യം സംഭരിച്ച് തന്നെ നമ്മുടെ ലോക്കി ബേബിയുടെ അടുത്ത് പോയി. ആളൊരു പാവട്ട ഇസുവിനെ പോലെ തന്നെ മണ്ടയിലൊക്കെ വലിച്ചേറി അവൾ അവളുടെ ടോയ് ആർക്കും കൊടുക്കാതെ കൈ കൊണ്ടൊക്കെ പിടിച്ചു വെച്ച് കളിക്കായിരുന്നു എന്നാ കേട്ടെ. നീ എന്ത് ചെയ്തെടുത്തോണ്ട് വന്നേ ഇവിടെ? അവളുടെ തന്നെയാടാ അത്.